നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് രാജ്യത്തൊരു ചർച്ചാ വിഷയമാണ്. നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഒരു അജണ്ടയും ലക്ഷ്യവുമാണ് ഈ രാജ്യത്ത് ഒരു തിരഞ്ഞെടുപ്പ് എന്നത്. അതായത് നിയമസഭാ തിരഞ്ഞെടുപ്പുകളും അതുപോലെ തന്നെ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പുമെല്ലാം ഒറ്റഘട്ടമായി അല്ലെങ്കിൽ ഒറ്റത്തവണയായി നടത്തുക എന്നുള്ളതാണ്. പഞ്ചായത്ത് പോലെയുള്ള തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പുകൾ ഈ പ്രധാനപ്പെട്ട തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 100 ദിവസത്തിനകം നടത്തുക എന്നുള്ളതാണ്. അതായത് രാജ്യം മുഴുവൻ ഒരു തിരഞ്ഞെടുപ്പിലേക്ക് പോവുക എന്നുള്ളതാണ്. ലോക്സഭയിലേക്കും അതുപോലെ തന്നെ നിയമസഭകളിലേക്കും ഒറ്റഘട്ടമായി തിരഞ്ഞെടുപ്പ് നടക്കുക. പിന്നീട് ഒരു 100 ദിവസത്തിനകം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടക്കുക. പ്രധാനമായിട്ടും ചെലവ് കുറയ്ക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശം എന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട ഉദ്ദേശം എന്നത് രാജ്യത്ത് അടിക്കടി തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അത് വികസനത്തെ തടസ്സപ്പെടുത്തുന്നു എന്നുള്ളതാണ്. തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം വരുമ്പോൾ സർക്കാരുകൾക്ക് ജനപ്രിയ പ്രഖ്യാപനങ്ങൾ നടത്താനോ പദ്ധതികളുമായി മുന്നോട്ട് പോകാനോ ഒക്കെയുള്ള വലിയ നിയമ തടസ്സമുണ്ടാകുന്നുണ്ട്. ഇത് രാജ്യത്തിൻ്റെ വികസനത്തെ പിന്നോട്ടടിക്കുന്നുണ്ട്. മാത്രമല്ല, ഓരോ തവണയും തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അല്ലെങ്കിൽ ഓരോ വർഷവും 2ഉം 3ഉം തിരഞ്ഞെടുപ്പുകൾ രാജ്യത്ത് നടക്കുമ്പോൾ തീർച്ചയായും ഭരണാധികാരികളുടെ ശ്രദ്ധ തിരഞ്ഞെടുപ്പിലേക്ക് പോകുന്നു, രാജ്യത്തിൻ്റെ വികസനത്തിലേക്ക് പോകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൈഡ് എഫക്റ്റ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ രാജ്യത്തെ തിരഞ്ഞെടുപ്പുകൾ ഒറ്റ തിരഞ്ഞെടുപ്പാക്കി മാറ്റുക, ലോക്സഭയിലേക്കും നിയമസഭകളിലേക്കുമൊക്കെ ഒരുമിച്ച് തിരഞ്ഞെടുപ്പ് നടത്തുക, അതിനുവേണ്ടി ഭരണഘടനാ ഭേദഗതി നടത്തുക, ഇതൊക്കെയാണ് നരേന്ദ്രമോദി സർക്കാർ ഈ രാജ്യത്ത് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തിരഞ്ഞെടുപ്പ് പരിഷ്കാരം. അതിന് അനുകൂലമായും പ്രതികൂലമായും ഒട്ടനവധി വാദമുഖങ്ങൾ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട്. ചെലവ് കുറയ്ക്കുമെന്നും സർക്കാരുകളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുമെന്നും തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മറ്റ് പൊല്ലായ്പകൾ അതൊക്കെ ഇല്ലാതാകുമെന്നും ഒക്കെയുള്ള വലിയ വാദം അതിനനുകൂലമായി നിൽക്കുന്നുണ്ട്. അതേസമയം ഓരോ സർക്കാരുകളും, അതായത് രാജ്യത്ത് ഒരു കേന്ദ്ര സർക്കാരുണ്ട്, അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരുകളുമുണ്ട്. ഒരു ഫെഡറൽ സംവിധാനത്തിൽ ഈ സംസ്ഥാന സർക്കാരുകളുടെ അധികാരം കവർന്നെടുക്കാൻ പാടില്ല. സംസ്ഥാന സർക്കാരുകൾക്ക് ലഭിച്ചിരിക്കുന്ന മാൻഡേറ്റ് അത് 5 വർഷത്തേക്ക് മുഴുമിപ്പിക്കാൻ അനുവദിക്കുക. ഇതില്ലാതെ ജനാധിപത്യ വിരുദ്ധമായ പ്രവർത്തനങ്ങളാണ് ഈ പരിഷ്കാരത്തിൻ്റെ പേരിൽ സർക്കാർ നടപ്പിലാക്കാൻ പോകുന്നത് എന്ന രീതിയിലുള്ള വിമർശനവുമുണ്ട്. എന്തായാലും ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് രാജ്യത്ത് വലിയ രീതിയിൽ ചർച്ചാ വിഷയമാവുകയാണ്. ആ ഒരു പരിഷ്കാരം നടപ്പിൽ വരുത്തണമെങ്കിൽ തീർച്ചയായും വലിയ ഭൂരിപക്ഷം കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിക്ക് വേണം. നിലവിൽ BJPക്ക് അങ്ങനെയൊരു അല്ലെങ്കിൽ NDAക്ക് അത്തരത്തിലൊരു ഭൂരിപക്ഷം ഇല്ല. എന്നാൽ മറ്റ് പ്രധാനപ്പെട്ട പാർട്ടികളെയൊക്കെ ഒപ്പം ചേർത്തുകൊണ്ട് ഇത്തരത്തിലൊരു ഭൂരിപക്ഷം ഇപ്പോൾ BJPക്ക് അല്ലെങ്കിൽ NDAക്ക് ഉണ്ടാക്കാൻ കഴിയും എന്നൊരു പൊതുവിലൊരു ധാരണയുമുണ്ട്. എന്തായാലും നിരവധി കടമ്പകൾ അതിനുവേണ്ടി കടക്കേണ്ടതുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ഒരു ബില്ല് അതിപ്പോൾ ഒരു സമിതിയുടെ പാർലമെൻ്ററി സമിതിയുടെ JPCയുടെ പരിഗണനയിലാണ്. അതുമാത്രമല്ല, മറ്റൊരു സ്വതന്ത്ര സമിതിയും ഇതിൻ്റെ സാധ്യതകൾ പരിശോധിക്കുന്നുണ്ട്. ആ സ്വതന്ത്ര സമിതി അത് പരിശോധിച്ച് റിപ്പോർട്ടുകൾ നൽകി കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ JPC ഈ ബില്ലുകൾ പരിശോധിച്ച് വരികയാണ്. JPC ഈ ബില്ലുമായി ബന്ധപ്പെട്ട അഭിപ്രായ രൂപീകരണം അല്ലെങ്കിൽ അഭിപ്രായങ്ങൾ കേൾക്കുകയാണ്. ഓരോ സംസ്ഥാന സർക്കാരിൻ്റെയും അഭിപ്രായം ഇതുമായി ബന്ധപ്പെട്ട് JPC കേൾക്കുന്നുണ്ട്. രാഷ്ട്രീയ പാർട്ടികളുടെ അഭിപ്രായം കേൾക്കുന്നുണ്ട്. മാത്രമല്ല, രാഷ്ട്രീയ വിദഗ്ധരുടെ നിരീക്ഷകന്മാരുടെയൊക്കെ അഭിപ്രായം കേൾക്കുന്നുണ്ട്. മറ്റു തരത്തിലുള്ള അക്കാഡമിയുടെ അഭിപ്രായം കേൾക്കുന്നുണ്ട്. എന്തായാലും ഇന്ത്യൻ ജനാധിപത്യം എന്ന ഒരു വലിയ തത്വത്തിന് കോട്ടം വരാത്ത രീതിയിൽ ഇതെങ്ങനെ നടപ്പിലാക്കാം എന്നുള്ളതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ സത്യത്തിൽ രാജ്യത്ത് നടക്കുന്നതേയുള്ളൂ. ഈ ബില്ലുകൾ കൃത്യസമയത്ത് അവതരിപ്പിക്കാൻ സാധിച്ചാൽ 2034 ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന സംവിധാനം പൂർണ്ണമായും നിലവിൽ വരുത്താൻ കഴിയുമെന്നാണ് കേന്ദ്ര സർക്കാരിൻ്റെ കണക്കുകൂട്ടൽ. എന്നാൽ നിലവിൽ കേന്ദ്ര സർക്കാരിന് ഇത് പാസാക്കിയെടുക്കാനുള്ള ഒരു ഭൂരിപക്ഷം ഇല്ലാത്ത സാഹചര്യമുണ്ട്. മാത്രമല്ല, വലിയ എതിർപ്പുകൾ ഇതുമായി ബന്ധപ്പെട്ട് വരുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ അതിന് തൊട്ട് മുന്നോടിയായി BJP സ്വന്തം നിലയ്ക്ക് ഒരു ട്രയൽ ഈ കാര്യത്തിൽ നടത്താൻ പോകുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് കേന്ദ്രഭരണ പ്രദേശങ്ങളടക്കം 22 സംസ്ഥാനങ്ങളിൽ BJPക്ക് ഇപ്പോൾ അധികാരമുണ്ട്. ഈ വരുന്ന 2 വർഷത്തിനുള്ളിൽ ഏതാനും ചില സംസ്ഥാനങ്ങളിൽ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നു. ആ സംസ്ഥാനങ്ങളിൽ BJPക്ക് ഭരണം നിലനിർത്താൻ കഴിഞ്ഞാൽ 2029 22 NDA ഭൂരിപക്ഷമുള്ള സംസ്ഥാന അസംബ്ലികളും പിരിച്ചുവിടാനും ഗവർണറുടെ ഭരണഘടനാദത്തമായ അധികാരം
ഭരണഘടനയുടെ 174(2)B അനുസരിച്ചിട്ടുള്ള ഈ പിരിച്ചുവിടൽ, നിയമസഭ പിരിച്ചുവിടുക, 2029 ജനുവരിയോടുകൂടി NDAക്ക് ഭൂരിപക്ഷമുള്ള എല്ലാ അസംബ്ലികളും പിരിച്ചുവിടുക. അങ്ങനെയായാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടൊപ്പം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പുകളും നടത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർബന്ധിതരാകും. അങ്ങനെ എല്ലാ സംസ്ഥാനങ്ങളിലും അതുപോലെ തന്നെ ഈ 22 സംസ്ഥാനങ്ങളിലും ഒപ്പം ലോക്സഭയിലേക്കും തെരഞ്ഞെടുപ്പ് നടത്തി ഇതിൻ്റെ ഒരു ട്രയൽ നടത്തുവാനാണ് ഇപ്പോൾ BJP ലക്ഷ്യമിടുന്നത്. അങ്ങനെ വന്നാൽ 2034 ബില്ലുകൾ പാസ്സായാൽ അത് എളുപ്പമായി മാറും. 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തോടു കൂടി ജയിക്കാനാണ് BJP ലക്ഷ്യം വയ്ക്കുന്നത്. വലിയ ഭൂരിപക്ഷത്തോടു കൂടി അധികാരത്തിൽ വീണ്ടും വന്നാൽ, അതായത് നാലാം NDA സർക്കാർ വന്നാൽ തീർച്ചയായും ആ ബില്ലുകൾ പാസ്സാക്കാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ 2034 പണി എളുപ്പമാകും എന്നതാണ് BJPയുടെ കണക്കുകൂട്ടൽ. യഥാർത്ഥത്തിൽ BJPയുടെ ഒരു പ്രത്യയശാസ്ത്രം അല്ലെങ്കിൽ BJPയുടെ ഒരു പ്രഖ്യാപിത നിലപാട് അങ്ങനെയല്ല. നിയമസഭകളും അതുപോലെ തന്നെ ലോക്സഭയുമെല്ലാം കാലാവധി തീരുന്നതിന് മുമ്പ് പിരിച്ചുവിടുന്നതിനോട് അവർക്ക് യോജിപ്പില്ല രാഷ്ട്രീയമായി. പക്ഷേ ഇങ്ങനെ ഒരു വലിയ തെരഞ്ഞെടുപ്പ് പരിഷ്കാരം രാജ്യത്തിന് വേണ്ടി നടപ്പാക്കാൻ പോകുന്ന സാഹചര്യത്തിൽ 2034 കാര്യങ്ങൾ എളുപ്പമാകാൻ വേണ്ടി ഇന്ന് തന്നെ ഇതുമായി ബന്ധപ്പെട്ട മുന്നൊരുക്കങ്ങൾ നടത്തേണ്ടതുണ്ട് എന്നാണ് BJP കണക്ക് കൂട്ടുന്നത്. കഴിഞ്ഞ 12 വർഷമായി കേന്ദ്രം ഭരിക്കുന്നത് BJP-യാണ്. അതുകൊണ്ട് തന്നെ 2029 തുടർഭരണം നേടാം എന്നവർ കണക്ക് കൂട്ടുന്നു. അങ്ങനെ തുടർഭരണം നേടിയാൽ ഇനി വരുന്ന 2 വർഷം 2027 2028 അസംബ്ലി തെരഞ്ഞെടുപ്പ് രാജ്യത്ത് നടക്കുന്നുണ്ട് വിവിധ സംസ്ഥാനങ്ങളിൽ. ആ സംസ്ഥാനങ്ങളിൽ BJP ഭരിക്കുന്ന ഇപ്പോൾ നിലവിലുള്ള സംസ്ഥാനങ്ങളിൽ കൂടി ഭരണം തുടർച്ച അത് നേടാൻ കഴിഞ്ഞാൽ തീർച്ചയായും ഈ 22 സംസ്ഥാനങ്ങളിലെയും നിയമസഭകൾ ഏതാണ്ട് ജനുവരി മാസം 2029 ജനുവരി മാസത്തോടു കൂടി പിരിച്ചുവിട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടൊപ്പം തിരഞ്ഞെടുപ്പ് നടത്താനാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ലക്ഷ്യം വയ്ക്കുന്നത് എന്നാണ് സൂചന. ഔദ്യോഗികമായി ഇത്തരം സ്ഥിരീകരണങ്ങളൊന്നും വന്നിട്ടില്ല. പക്ഷേ ദില്ലിയിൽ ഇതുമായി ബന്ധപ്പെട്ട തിരക്കിട്ട കൂടിയാലോചനകളും ചർച്ചകളും നടക്കുന്നുണ്ട് എന്നാണ് ദേശീയ മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതായത് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ഒരു നിയമ സംവിധാനം അത് യാഥാർത്ഥ്യമാകണമെങ്കിൽ 129 ഭരണഘടനാ ഭേദഗതി പാസാക്കിയെടുക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ 11 സംസ്ഥാനങ്ങളിൽ അടുത്ത 2 വർഷത്തിനുള്ളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു. ഈ 11 സംസ്ഥാനങ്ങളും BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളാണ്. ഒപ്പം 4 സംസ്ഥാനങ്ങളിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളാണ്. ഇവയൊക്കെ ഭരണം നിലനിർത്താൻ കഴിഞ്ഞാൽ തീർച്ചയായും ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന രീതിയിലേക്ക് ഒരു ട്രയൽ റൺ നടത്താനാണ് BJP ഉദ്ദേശിക്കുന്നത്. അതായത് ഗോവ, ഗുജറാത്ത്, മണിപ്പൂർ, ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങൾ 2027 തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, മേഘാലയ, നാഗാലാൻഡ്, രാജസ്ഥാൻ, ത്രിപുര എന്നിവിടങ്ങളിൽ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. ഈ 2 വർഷത്തിനുള്ളിൽ ഈ സംസ്ഥാനങ്ങളിലെല്ലാം തുടർഭരണം നേടുക എന്നുള്ളതാണ് BJPയുടെ ആദ്യ ലക്ഷ്യം. അത് നേടാനായാൽ 2029 നിയമസഭകൾ പിരിച്ചുവിടേണ്ടി വരും. അങ്ങനെ പിരിച്ചുവിടേണ്ടി വരുമ്പോൾ ആദ്യം പറഞ്ഞ സംസ്ഥാനങ്ങൾ ഗുജറാത്ത്, ഗോവ, മണിപ്പൂർ, ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങൾക്ക് 2 വർഷം മാത്രമേ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം അധികാരത്തിൽ തുടരാൻ കഴിയുള്ളൂ. 3 വർഷം അവർക്ക് ബലി കഴിക്കേണ്ടി വരും. ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, മേഘാലയ, നാഗാലാൻഡ്, രാജസ്ഥാൻ, ത്രിപുര ഇതെല്ലാം BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളാണ്. ഈ സംസ്ഥാനങ്ങൾ 2028 തെരഞ്ഞെടുപ്പ് നടക്കുന്നു. അങ്ങനെ വന്നാൽ 1 വർഷം മാത്രമേ ആ സംസ്ഥാനങ്ങളുടെ ഭരണസമിതിക്ക് പുതുതായി വരുന്ന ഭരണസമിതിക്ക് അധികാരത്തിൽ തുടരാൻ കഴിയുകയുള്ളൂ. സർക്കാർ അതായത് പ്രതിപക്ഷം ഭരിക്കുന്ന മറ്റു സംസ്ഥാനങ്ങളിലേക്ക് കൂടി തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് അടുത്ത 2 വർഷത്തിനുള്ളിൽ. അതിലൊന്ന് ഹിമാചൽ പ്രദേശ്, 2 കർണാടക, 3 മിസോറാം, 4 തെലങ്കാന എന്നീ സംസ്ഥാനങ്ങളാണ്. ഈ സംസ്ഥാനങ്ങൾക്ക് 2029 ശേഷവും ഈ അധികാരത്തിൽ തുടരാൻ കഴിയും. മറ്റ് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് 2029 തെരഞ്ഞെടുപ്പിലേക്ക് പോകേണ്ടി വരും എന്നുള്ളതാണ്. അത് വലിയ രാഷ്ട്രീയ റിസ്ക് ആണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. BJPയെ സംബന്ധിച്ചിടത്തോളം അവർ ആ റിസ്ക് ഏറ്റെടുക്കാൻ പോകുന്നു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. അങ്ങനെയെങ്കിൽ 22 സംസ്ഥാനങ്ങൾക്കൊപ്പം ലോക്സഭയിലേക്കും 2029 തെരഞ്ഞെടുപ്പ് നടക്കും എന്നാണ് സൂചന. എന്തായാലും ഈ പാർലമെൻറ്റിൻ്റെ ശൈത്യകാല സമ്മേളനത്തിൽ ഈ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ഒരു ബില്ല് അത് പാസ്സാക്കാനുള്ള ശ്രമം സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്നാണ് സൂചന. ആ ബില്ലുകൾ പാസ്സായാൽ അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുക 2034 എന്നാൽ ബില്ലിനും നിയമ ഭേദഗതിക്കും ഭരണഘടനാ ഭേദഗതിക്കും മുമ്പ്
മുമ്പ് ഇത്തരമൊരു പരിഷ്കാരം അത് പരീക്ഷിക്കാനാണ് ഇപ്പോൾ BJP ലക്ഷ്യം വയ്ക്കുന്നത്. രാജ്യത്തിൻ്റെ സമൂലമായ ഒരു തെരഞ്ഞെടുപ്പ് പരിഷ്കരണമായിരിക്കും വരാൻ പോകുന്നത് ഈ ബില്ല് പാസ്സായാൽ എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അതിനു മുന്നേയുള്ള മുന്നൊരുക്കമാണ് BJP സ്വന്തം നിലയ്ക്ക് നടത്താൻ പോകുന്നത്. ഈ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ബില്ലുകൾ പരിശോധിക്കുന്ന അല്ലെങ്കിൽ ബില്ലുകൾ പഠിക്കുന്ന അതിൻ്റെ പ്രായോഗികതയെ പഠിക്കുന്ന JPC ഇപ്പോൾ വിവിധ സംസ്ഥാനങ്ങൾ സന്ദർശിച്ചുകൊണ്ട് അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി വരികയാണ്. BJP ഭരിക്കുന്ന ഈ 22 സംസ്ഥാനങ്ങളും അല്ലെങ്കിൽ അവിടുത്തെ മുഖ്യമന്ത്രിമാരും ഈ പരീക്ഷണത്തിന് അനുകൂലമായ ഒരു അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് സൂചന. അതായത് 2029 തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പിനോടൊപ്പം അതത് സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ കൂടി നടത്താൻ ഇന്നത്തെ മുഖ്യമന്ത്രിമാർക്ക് സമ്മതമാണ്. അങ്ങനെയൊരു അഭിപ്രായ ഐക്യം BJPക്കുള്ളിലും NDAക്കുള്ളിലും ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് വിവരം. BJPക്കുള്ളിലും മുന്നണിക്കുള്ളിലും വലിയ ചർച്ചകൾ ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറേ നാളുകളായി നടന്നു വരികയായിരുന്നു. ആ ചർച്ചകൾ ഫലം കണ്ടിരിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ലക്ഷ്യം, കാഴ്ചപ്പാട്, അതിനൊപ്പം നിൽക്കാനാണ് ഈ 22 സംസ്ഥാനങ്ങളുടെയും മുഖ്യമന്ത്രിമാർ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അതേസമയം തന്നെ പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ ഇതിനെ അതിശക്തമായി തന്നെ എതിർക്കുകയാണ്. കേരളം അടക്കമുള്ള ഒട്ടനവധി സംസ്ഥാനങ്ങളുണ്ട്. പൊതുവിൽ കോൺഗ്രസിൻ്റെ അഭിപ്രായം എന്നത് ഈ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നത് ജനാധിപത്യ വിരുദ്ധവും ഭരണഘടനാ വിരുദ്ധവുമായ പരിഷ്കാരമാണ്. അതിനെ ഒരു കാരണവശാലും കോൺഗ്രസ് പാർട്ടി അനുകൂലിക്കില്ല എന്ന നിലപാടാണ്. അതുകൊണ്ട് തന്നെ BJPയുടെ ഈ ട്രയൽ റണ്ണിനെ കുറിച്ച് ഇപ്പോൾ ബില്ല് പരിശോധിക്കുന്ന JPC അധ്യക്ഷൻ ഇതിനോട് പ്രതികരിച്ചിരിക്കുന്നത് ഇത് ഞങ്ങളുടെ ഒരു പരിധിക്കുള്ളിൽ വരുന്നതല്ല, ഞങ്ങളുടെ ടേംസ് ഓഫ് റെഫറൻസിൽ വരുന്ന കാര്യമല്ല. BJP മുഖ്യമന്ത്രിമാരാണ് അല്ലെങ്കിൽ NDA മുഖ്യമന്ത്രിമാരാണ് ഇക്കാര്യം തീരുമാനിക്കുന്നത്. അതവർ തീരുമാനിച്ച് നടപ്പാക്കിക്കൊള്ളും. ഞങ്ങളുടെ ചുമതല എന്നത് ഇതിൻ്റെ പ്രായോഗികതയെക്കുറിച്ച് ജനങ്ങളുടെ അഭിപ്രായം സ്വരൂപിച്ച് നൽകുക എന്നുള്ളതാണ്. അതിൻ്റെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ പുരോഗമിച്ചു വരികയാണ് എന്നാണ്. അതേസമയം കോൺഗ്രസ് നേതാക്കൾ ഒന്നടങ്കം പറയുന്നു, ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ഒരു പരിഷ്കാരം അതൊരു കാരണവശാലും രാജ്യത്ത് നടപ്പിലാക്കാൻ അനുവദിക്കില്ല. പാർട്ടി അതിനെ അതിശക്തമായി തന്നെ എതിർക്കുമെന്നാണ്. പക്ഷേ ഈ ചെലവ് കുറയ്ക്കുക, ഓരോ സംസ്ഥാനത്തും ഓരോ കാലഘട്ടങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുക എന്നത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു മടുപ്പുളവാക്കുന്ന പ്രവർത്തനമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ സമ്മിശ്ര പ്രതികരണമാണ് പൊതുവിഭാഗത്തിൽ നിന്നും അല്ലെങ്കിൽ പൊതുജനങ്ങളുടെ ഇടയിൽ നിന്നും ഉയരുന്നത്. എന്തായാലും ഭൂരിപക്ഷം ജനങ്ങളുടെ അഭിപ്രായം ഈ തെരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് നടത്തുന്ന ഒരു പരിഷ്കാരം വേണമെന്ന് തന്നെയാണ് എന്നാണ് BJP അവകാശപ്പെടുന്നത്. പക്ഷേ അതിനെ ശക്തമായി രാജ്യത്തിൻ്റെ ജനാധിപത്യ തത്വങ്ങളെ അട്ടിമറിക്കാനുള്ള ശ്രമമാണ് BJP നടത്തുന്നതെന്നും അതിനെ ഒരു കാരണവശാലും അംഗീകരിക്കില്ലെന്നുമാണ് കോൺഗ്രസിൻ്റെ നിലപാട്. എന്തായാലും സ്വതന്ത്ര ഭാരതത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് പരിഷ്കാരത്തിന് വേദിയാവുകയാണ്. അത് സ്വന്തം നിലയിൽ പരീക്ഷിക്കാനാണ് ഇപ്പോൾ NDA തയ്യാറെടുക്കുന്നത്. അതിനായി വലിയ കരുനീക്കങ്ങൾ BJPയുടെ ഒരു പ്ലാൻ B തന്നെയാണ് ഇതെന്ന് പറയപ്പെടുന്നു. അങ്ങനെയാണ് എങ്കിൽ ബില്ലുകൾ പാസ്സായി 2034 അതായത് ഭരണഘടനാ ഭേദഗതി ബില്ലുകളടക്കം പാസ്സാക്കാനുള്ള ഭൂരിപക്ഷം ഇപ്പോൾ തങ്ങൾക്കുണ്ട് എന്ന് BJP ക്യാമ്പ് അല്ലെങ്കിൽ NDA ക്യാമ്പ് ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ കഴിഞ്ഞുപോയ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് ശേഷം വലിയ രാഷ്ട്രീയ മാറ്റങ്ങൾ ദേശീയ തലത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഒട്ടനവധി ജനപ്രതിനിധികളാണ് കൂറുമാറി വിവിധ പാർട്ടികളിൽ നിന്നും കൂറുമാറി NDA പക്ഷത്തേക്ക് ചേർന്നിട്ടുള്ളത്. തൃണമൂൽ കോൺഗ്രസിൻ്റെ നിരവധി MP-മാർ ഇപ്പോൾ ഈ NDA ഭാഗത്തുണ്ട്. മാത്രമല്ല ആം ആദ്മി പാർട്ടിയുടെ രാജ്യസഭാ MP-മാർ NDAയിലേക്ക് വന്നു കഴിഞ്ഞിരിക്കുന്നു. അതോടൊപ്പം ശിവസേന നേതാവ്, ശിവസേന ഉദ്ധവ് വിഭാഗം പാർട്ടിയിലെ MP-മാർ 9ഓളം MP-മാർ NDAയിലേക്ക് വന്നിരിക്കുന്നു. NCP ശരത് പവാർ വിഭാഗം MP-മാർ NDAയിലേക്ക് വരും എന്ന് പറയുന്നുണ്ട്. DMK MP-മാർ ഇപ്പോൾ NDAയിലേക്ക് വരുമെന്ന സൂചന വരുന്നുണ്ട്. ഇങ്ങനെ ഈ വലിയ രാഷ്ട്രീയ മാറ്റങ്ങൾ BJPക്ക് ദില്ലിയിൽ വലിയ ഭൂരിപക്ഷം നൽകുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഭരണഘടനാ ഭേദഗതി ബില്ലുകൾ പാസ്സാക്കാനുള്ള ആത്മവിശ്വാസം ഇപ്പോൾ ഭരണകക്ഷിക്കും ഭരണ മുന്നണിക്കും വന്നിരിക്കുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സ്വന്തം നിലയിൽ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് പരിഷ്കാരം പരീക്ഷിക്കാൻ BJP തയ്യാറെടുക്കുന്നു എന്ന വാർത്തകൾ വന്നിരിക്കുന്നത്. BJPയോ അതുപോലെ തന്നെ പ്രതിപക്ഷ പാർട്ടികളോ ഈ ഒരു വാർത്തകളോട് പ്രതികരിച്ചിട്ടുമില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ചർച്ചകൾ ദില്ലിയിൽ സജീവമായി നടക്കുന്നുണ്ട് എന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു.